ഹേ ഗായ്സ്, നമ്മുടെ ഹോണസ്റ്റ് റിവ്യൂസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് JBLൻ്റെ 2500 BT ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു, ഇതിൻ്റെ പ്ലസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാനാണെങ്കിൽ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയായി. ഞാനിതൊന്ന് പൊട്ടിച്ചായിരുന്നു, ഇത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടി മാത്രം ഇതിനകത്ത് തിരിച്ച് വെച്ചതാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് യൂസ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്കെല്ലാം അറിയാമല്ലോ, കൊറോണയൊക്കെ വന്നുകൊണ്ട് ഇപ്പം എല്ലാവരും വീട്ടിൽ ഇരുന്ന് തന്നെയാണ് അപ്പോൾ ജോലിയൊക്കെ. അപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം തന്നെയായിരുന്നു. അപ്പം എനിക്കിപ്പോൾ നമ്മുടെ ഉള്ള ആ ഒരു ഹെഡ്സെറ്റ് എന്ന് വെച്ചാൽ എൻ്റെ 1 മോറിൻ്റെ ഒരെണ്ണമായിരുന്നു. അത് മറ്റേ ബുള്ളറ്റ് ടൈപ്പ്. അത് ചെവി വെച്ചിട്ട് ഭയങ്കര വേദനയായിരുന്നു. അത് രാവിലെ തൊട്ട് കോളൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് അപ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇൻറ്റൻസീവായിട്ടൊന്ന് റിസർച്ച് നടത്തിയായിരുന്നു, ജസ്റ്റ് ഹെഡ്ഫോൺസ് ഏതാ നല്ലതെന്നൊക്കെ. അങ്ങനെയാണ് ഞാനിപ്പം ഈ ഒരു പർട്ടിക്കുലർ മോഡലിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്നൊക്കെ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നി, അങ്ങനെയാണ്. പക്ഷേ ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്നതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹെഡ്ഫോൺസ് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പവർ പാക്ക്ഡാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം കൊണ്ടും നമുക്കത് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കവറിലൊക്കെ എന്തൊക്കെയാണ് കൊടുത്തേക്കെന്ന് പറയാം. ഇപ്പം നമ്മൾ ആദ്യം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു 16 hour ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺസ് തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബോക്സിംഗ് എന്ന് വെച്ചാൽ തന്നെ നല്ല പുതിയൊരു വെറൈറ്റി ടൈപ്പ്, ഒരു ക്വാളിറ്റി ടൈപ്പ് ഒരു ഹെഡ്സെറ്റ്, ഒരു കവറാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതായത് 5 minutes നമുക്ക് ചാർജ് ചെയ്തിടുവാന്ന് നമുക്ക് 1 മണിക്കൂർ വരെ യൂസ് ചെയ്യാൻ പറ്റും. 16 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ഇതിനകത്ത് വേറൊരു ഫീച്ചേഴ്സ് എനിക്ക് നല്ലപോലെ തോന്നിയെന്ന് വെച്ചാൽ മൾട്ടി പോയിൻറ്റ് കണക്ഷൻ. അതായത് ഒരേ സമയം തന്നെ 2 മൾട്ടിപ്പിൾ ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്യാം, അപ് ടു 2 ഡിവൈസസ്. അതായത് ഇപ്പോൾ എൻ്റെ ലാപ്പും മൊബൈലും ഞാൻ കണക്റ്റഡ് ആയിരിക്കും ഒരേ ടൈം. അപ്പോൾ കോള് വരുന്ന അനുസരിച്ച് അത് പ്രയോറിറ്റി എടുത്ത് കണക്റ്റ് ആയിക്കോളും. അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഫോൾഡബിൾ ആണ്. പിന്നെ പ്യുവർ ബാസ്, നല്ല അടിപൊളി ബാസാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. നമുക്ക് മ്യൂസിക്കൊക്കെ കേൾക്കാൻ വേണ്ടി, സിനിമ കാണാനാണെങ്കിലും നല്ല സൂപ്പർ ബാസാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നേരത്തെ അൺബോക്സ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ പാക്കിംഗ് എന്ന് വെച്ചാൽ ഒരു നല്ല അടിപൊളി ഒരു പാക്കിങ്ങാണ് ഇവർ ചെയ്തേക്കുന്നത്. നല്ല ഒരു ഇപ്പം ഇതിനകത്ത് നിന്ന് ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആദ്യമേ കാണുന്ന നമ്മുടെ ഹെഡ്ഫോൺസാണ്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 3799 ആണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതൊരു 3000 റുപ്പീസിന് കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ അതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്തു നിന്ന് കിട്ടുന്ന ഒരു USB കേബിളാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള നോർമൽ USB ആണ്, USB-C അല്ല. അത്യാവശ്യം നല്ലൊരു കേബിളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇവരുടെ തന്നെ ബ്രാൻഡിങ് ഒക്കെ ഉള്ളൊരു കേബിളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബഞ്ച് ഓഫ് പേപ്പേഴ്സാണ്. കുറച്ചധികം വാറൻറ്റി പേപ്പേഴ്സും എല്ലാം ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ്, ഇതിൻ്റെ പെയറിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്കത് നോക്കാം. പിന്നെ ഇത് കുറേ എന്താണ്ടൊക്കെ കുറേ എഴുതിയാൽ നമുക്ക് നോക്കണ്ട ശരി. പിന്നെ ഇതും അങ്ങനെ തന്നെ കുറേ എന്താണ്ടൊക്കെ കുറേ സാധനങ്ങൾ ഇംഗ്ലീഷ് പോലും അല്ല എഴുതിയേക്കുന്നത്. അതൊക്കെ കിട്ടും. ഇതും ചൈനയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വാറൻറ്റി കാർഡാണ്, നമുക്കൊന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇനി നമുക്ക് ആ ഒരു ഹെഡ്ഫോൺസ് എടുത്ത് നോക്കാം. ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആണ്. അത് എടുക്കുമ്പോൾ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നല്ലൊരു പ്രീമിയം പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചാണ്. പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോകത്തില്ല, ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടാണ് അതിൻ്റെ ഒരു ഓൺ ഓഫ് ബട്ടണും വരുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ആപ്പ് ബട്ടൺ. പിന്നെ ഇവിടെ പ്ലസ് മൈനസ് വോളിയം കൺട്രോളുണ്ട്. അതിൻ്റെ നടുക്കുകൊണ്ടൊരു ബട്ടൺ. പിന്നെ നല്ലൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിവിടെ തന്നെയാണ് ഇതിൻ്റെ USB ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ യൂസ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് നല്ലപോലെ വെൽ ഷട്ടായിട്ടിരിക്കും. അപ്പോൾ അതിനകത്ത് പൊടി അങ്ങനെയൊന്നും കയറത്തില്ല. ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി അതൊന്ന് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഡിവൈസിലേക്ക്. അതിപ്പോൾ സിമ്പിളാണ്. അതുകൊണ്ട് ഈ പവർ ബട്ടൺ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഒരു 2-3 സെക്കൻഡ്സ് ഒന്ന് പിടിച്ചുകൊണ്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു നീല ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ മൊബൈൽ തുറക്കുക. ഒരു മൊബൈൽ എടുത്തിട്ട് നമ്മുടെ സാധാ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതിൽ അവിടെ ഓൺ ആക്കുക. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ ഓൺ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു JBLൻ്റെ ഒരു ഇത് കാണും. നേരത്തെ ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ കണക്റ്റായി. എന്നിട്ട് അവിടെ തന്നെ അതിൻ്റെ ബാറ്ററി ലെവൽ കാണിക്കുന്നുണ്ട്, ബാക്കി ഇൻഫർമേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുമുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവർ 15mm ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പവർഫുൾ ബാസ് നമുക്ക് ഇതിനകത്തൊന്ന് ഫീൽ ആവുന്നുണ്ട്. സിനിമയൊക്കെ കാണാൻ നല്ല ഒരു ഫീല് നമുക്ക് ഇതിനകത്തൊന്ന് കിട്ടുന്നുണ്ട്. ഇവരുടെ കമ്പനിയുടെ ഒരു ടാഗ് ലൈൻ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് പ്യുവർ ബാസ് എന്നാണ്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ഇതിനൊരു ഓക്സ് ഇൻപുട്ടില്ല. അതായത് നമ്മുടെ ചാർജ് തീരുവാണെങ്കിൽ നമ്മുടെ ഓക്സിലറി കേബിൾ ഇത് കുത്തിയെടുക്കാൻ പറ്റത്തില്ല. അതൊരു നെഗറ്റീവാണ്. അപ്പോൾ ഗൈസ്, ഇത് ചാർജ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ആദ്യം അതിൻ്റെ ഒരു പോർട്ട് വേണ്ട ആ ഒരു റൈറ്റ് കപ്പിൻ്റെ മുകളിലാണ്. നമ്മൾ ജസ്റ്റ് സാധാ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന ആ ഒരു പിൻ എടുക്കുക, ജസ്റ്റ് ഇവിടെ ഒന്ന് കുത്തുക. അപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈറ്റ് കാണും. ഈ റെഡ് ലൈറ്റ് ഫുൾ ചാർജ് ആകുമ്പോൾ ഇതങ്ങ് ഓഫ് ആകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മളൊരു 2 അവർ, ഞാനിപ്പോൾ ഒരു 2.5 അവറാണ് ചാർജ് ചെയ്യുന്നത്. 2.5 അവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഒരു കണ്ടിന്യൂസ് യൂസിന് എനിക്കിത് ചാർജ് നിൽക്കുന്നുണ്ട്. ഞാൻ രാവിലെ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് കോളൊക്കെ വരുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ഞാൻ പാട്ട് കേൾക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ഒരാഴ്ച ഇത് ചാർജ് നിൽക്കുന്നുണ്ട്, ഒരു പ്രോബ്ലവും ഇല്ല. ബാറ്ററി ലൈഫിന് ഒരു പ്രശ്നം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഓവർവ്യൂ ആയിട്ട് പറയുവാണെങ്കിൽ ഇതിന് നെഗറ്റീവായിട്ട് എനിക്ക് കണ്ടത് ആ ഒരു ഓക്സ്പോർട്ടിൻ്റെ ഒരു മിസ്സിംഗ് ആയിരുന്നു. ബാക്കിയെല്ലാം എനിക്കൊരു പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിച്ചത്. ഇത് ഞാൻ എല്ലാവർക്കും വാങ്ങിക്കാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഇതിനൊരു 3000 rupees വേർത്താണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക്സ് എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ എല്ലാം ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വന്ന് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.